Literature of the 20th and 21st centuryയിലെ ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെന്നിസ് റൈലിയുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്തായിരുന്നു 2008. അപ്പം ഫസ്റ്റ് അതിൻ്റെ അവരുടെ ആ ഒരു സണ്ണിൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു. ആ ആക്സിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ട ആ ഒരു ലോസ് ആയിരുന്നു 2008 ഡെന്നിസ് റൈലിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ പാസ്റ്റർ എന്നുള്ള പോയത്തിനകത്തും അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ സണ്ണിൻ്റെ ആക്സിഡൻ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ക്യാരക്ടർ ഈസ് നെവർ സീൻ ഓൺ സ്റ്റേജ് ഇൻ ദിസ് ഹോം കമ്മിങ്. ഹോം കമ്മിങ് എന്നുള്ള ആ ഒരു ഡ്രാമയ്ക്കകത്ത് ഏത് ക്യാരക്ടറാണ് ഓൺ സ്റ്റേജ് വരാത്തത്? സാം എന്നുള്ള ക്യാരക്ടറാണ്. ദെൻ ഫ്രം വിച്ച് ഓതർ ഡിഡ് മായ ഏഞ്ചലോ ബോറോ ദ ടൈറ്റിൽ ഓഫ് എ പൂവം. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാൻറ്റയുടെ വർക്കിൽ നിന്നാണ് ഈ മായ ഏഞ്ചലോടെ ആ പോയത്തിൻ്റെ ടൈറ്റിൽ അവർ എടുത്തിരിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ പോയറ്റ്സിനെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം, മായ ഏഞ്ചലോ എഴുതാം, ഗ്വെൻഡലിൻ ബ്രൂക്സും എഴുതാം. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? മറ്റേ ട്വൈല എന്നുള്ള ആ ഒരു ക്യാരക്ടർ 8 ഇയേഴ്സ് ആഫ്റ്റർ ഓർഫനേജിൽ നിന്ന് പോയിട്ട് എന്ത് ജോലിയാണ് എടുക്കുന്നത്? അപ്പം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? നമ്മുടെ വെയിട്രസ് ആയിട്ടാണ് ട്വൈല ജോലി ചെയ്തിരുന്നത്. ദെൻ വാട്ട് ഈസ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ? സിക്സ് ക്വസ്റ്റ്യൻ വിച്ച് മോഡ് ദ ഡിജിറ്റൽ വർക്ക് ഹൈമക് എമക് വാസ് ക്രിയേറ്റഡ്. ഏത് മോഡിലാണ്? ഡിജിറ്റൽ മോഡിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഏത് മോഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? ഡിജിറ്റൽ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആർട്ടാണ് അത്. ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ആർട്ട്. ദെൻ വാട്ട് ഈസ് ദ സെവൻത്ത് ക്വസ്റ്റ്യൻ? ഹൂ ഈസ് എ നറേറ്റർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി റെസിറ്റാറ്റീവ്. ട്വൈലയാണ് റെസിറ്റാറ്റീവിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ ടൈറ്റിൽ റാക്ക് ടൈം സിഗ്നിഫൈ? അല്ലേ, റാക്ക് ടൈം എന്നുള്ള ആ ഒരു ടൈറ്റിൽ എന്തിനെയാണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കൽ നോവലാണ് റാക്ക് ടൈം എന്ന് പറയുന്നത്. ദെൻ നയൻത് ക്വസ്റ്റ്യൻ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നുള്ള വേർഡ് ആരാണ് കോയിൻ ചെയ്തത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്നുള്ള വേർഡ് ടെഡ് നെൽസൺ ആണ് കോയിൻ ചെയ്തത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇൻ്റർടെക്ച്വാലിറ്റി? ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്നത് 2 ടെക്സ്റ്റുകൾ തമ്മിൽ റെഫറൻസസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളതിനെ അല്ലെങ്കിൽ ഇൻ്റർകണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ടെക്സ്റ്റ്, അതിനെയാണ് ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഇനി മെറ്റാഫിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാഫിക്ഷൻ്റെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തതുള്ളത്. അപ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു 3 to 4 സെൻറ്റൻസസ് എങ്കിലും മിനിമം എഴുതിയിരിക്കണം. അതിനപ്പുറത്തോട്ട് കൂടുതൽ അറിയാം, ഒരു 4 to 5, അതിനപ്പുറത്തോട്ട് പോകരുത്. ഓക്കെ. എന്നാലും നമുക്ക് മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ, സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. വാട്ട് ഈസ് മെറ്റാഫിക്ഷൻ? ഇപ്പോൾ മെറ്റാഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിക്ഷനാണ്. സെൽഫ് കോൺഷ്യസ്ലി എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയാലിറ്റിയും ചില നോവൽസ് അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ നമുക്ക് കാണുമ്പോൾ റിയാലിറ്റി ഏതാ, അതിനകത്ത് നടക്കുന്ന ഫിക്ഷണൽ സ്റ്റോറി ഏതാ എന്ന് നമുക്ക് അറിയാൻ വയ്യാതായി വരും. അതായത് ഒരു റിയാലിറ്റിയും ഫിക്ഷനും തമ്മിലുള്ള ലൈൻസ് ബ്ലറായി മിക്സ് ആയതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉദയനാണ് താരം എന്നുള്ള സിനിമ, അതൊരു സിനിമയാണെന്ന് നമുക്കറിയാം, അതിനകത്തൊരു സിനിമയുടെ കാര്യം പറയുന്നുണ്ട്. സോ അവിടെ റിയാലിറ്റിയും ഫിക്ഷനും തമ്മിലൊരു ബ്ലെൻഡാണ് നടക്കുന്നത്, അല്ലേ? സോ മെറ്റാഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു കൈൻഡ് ഓഫ് ഫിക്ഷനാണ്. സെൽഫ് കോൺഷ്യസ്ലി റൈറ്റർ എന്ത് ചെയ്യും, ആ ഒരു ഓഥർ എന്ത് ചെയ്യും, എന്താ പറയുക, ആ ഒരു റിയാലിറ്റിയും ഫിക്ഷനും തമ്മിലുള്ള ലൈൻസിനെ അങ്ങ് ബ്ലർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു നോവലിനകത്ത് നമ്മളൊരു നോവൽ വായിക്കുകയാണ്, ആ നോവലിനകത്ത് ഒരു കഥാകാരൻ ഇരുന്നൊരു നോവൽ നോവൽ എഴുതുവാണ്. സോ അങ്ങനെയുള്ള സ്റ്റോറീസിനാണ് നമ്മൾ മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാറ്റർ ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ചാറ്റർ ബോക്സ് അല്ലെങ്കിൽ ചാറ്റർ ബോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ചാറ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, ഈ ചാറ്റിന് വേണ്ടി അല്ലെങ്കിൽ ട്രിവിയൽ ടോക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡിജിറ്റൽ ചാറ്റ് പ്ലാറ്റ്ഫോമാണിത്. ദെൻ ഡയസ്റ്റോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഫിക്ഷണൽ സൊസൈറ്റിയാണ്. മിസറി അല്ലെങ്കിൽ ഓപ്പറേഷൻ, സഫറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഡയസ്റ്റോപ്പിയ എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റിഷ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് മറ്റൊരു ആർട്ടിസ്റ്റിക് വർക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒരു ട്രിബ്യൂട്ടായിട്ടുള്ള പോലെ ആയിരിക്കും, അല്ലെങ്കിൽ പാരഡി എന്നുള്ള രീതിയിലും ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ കോമിക്കൽ സെറ്റർ കളിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ മറ്റൊരു ഒരു വർക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എഴുതുന്നു. ദെൻ ഇൻട്രാക്റ്റീവ് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റീഡറിൻ്റെ പാർട്ടിസിപ്പേഷനുള്ള ടെക്സ്റ്റുകളാണ് ഇൻട്രാക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ നറേറ്റീവ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റീഡറിൻ്റെ ചോയ്സസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഡിജിറ്റൽ പോംസ് എല്ലാം ഇൻട്രാക്റ്റീവ് ടെക്സ്റ്റുകളാണ് കേട്ടോ. ദെൻ ഇൻസ്റ്റാ പോംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ടായിട്ടുള്ള പോംസ് ആണ്, വിഷ്വൽ പോംസ് ആണ്. അത് ഇൻസ്റ്റാഗ്രാമിലാണ് ഷെയർ ചെയ്യുന്നത്.
ഓക്കെ, ദെൻ വാട്ട് ഇസ് ഇലക്ട്രസി? ഇലക്ട്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മീഡിയയിലൂടെ വരുന്ന ലിറ്ററസിയാണ് ഇലക്ട്രസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു സ്കില്ലിനെയാണ് ഇലക്ട്രസി എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ടെക്സ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഇലക്ട്രസി എന്ന് പറയുന്നത്. പിന്നെ ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഗ് ടൈം നല്ല രീതിയിൽ നോക്കിക്കോണം. ഹൗസ് ലൈഫ് ഫോർ ഇമിഗ്രൻസ് ഇൻ ന്യൂയോർക്ക് പോർട്രേഡ് ഇൻ റാഗ് ടൈം. അപ്പോൾ റാഗ് ടൈമിനകത്ത് ഇമിഗ്രൻസിൻ്റെ ലൈഫിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ സ്ട്രഗിൾസാണ് അവർക്ക് ഫേസ് ചെയ്യാനുള്ളത്. പോവേർട്ടി ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്. ദെൻ റിസിറ്റാറ്റീഫിൽ ഓർച്ചഡ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ഓർച്ചഡ് അതിനകത്ത് കാണിക്കുന്നത് മെമ്മറി അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ ഹീലിങ്ങിനെയാണ് ആ ഓർച്ചഡ് കാണിക്കുന്നത്. ദെൻ എന്താണ് മിനിമലിസം? മിനിമലിസം എന്ന് വെച്ചാൽ ഒരു ലിറ്റററി സ്റ്റൈലാണ്. സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് സർഫസ് ഡീറ്റെയിൽസ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇമോഷണൽ ഡെപ്ത് കൊടുക്കാതെ ഒരു ലിറ്റററി സ്റ്റൈലിനെയാണ് നമ്മൾ മിനിമലിസം എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിറ്റററി സ്റ്റൈൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഹൂം ഇസ് ദ നറേറ്റർ ഓഫ് മദർ സ്പീക്കിംഗ്? ആ മദർ എന്നുള്ളതിനകത്ത് നറേറ്റർ ആരോടാണ് സംസാരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹെർസെൽഫാണ്. പാസ്റ്റ് എക്സ്പീരിയൻസസിനെ കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചും അവരുടെ ആ ചോയ്സസിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും ഒക്കെയാണ് ഇവർ ഇതിനകത്ത് ആലോചിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ന്യൂ നീഗ്രോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ കൾച്ചറൽ മൂവ്മെൻ്റ് ആണ് 1920s. ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പ്രൈഡ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യൂ നീഗ്രോ മൂവ്മെൻറ്റ്. ദെൻ ഹൈ മക്കയിലെ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ചൈനീസ് മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് കൾച്ചറുകൾ തമ്മിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെലഡീസും മോഡേൺ ഡിജിറ്റൽ എലിമെൻറ്റും തമ്മിലുള്ളൊരു ബ്ലെൻഡാണ്. ആ രണ്ട് കൾച്ചർ തമ്മിലൊരു ബ്ലെൻഡാണ് ഈ ഒരു മ്യൂസിക്. ഇതിനകത്ത് ഒരു ഫ്യൂഷൻ പോലെയാണ് നമ്മുടെ ഓഡിറ്ററി എക്സ്പീരിയൻസ്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഓഡിറ്ററി എക്സ്പീരിയൻസ് ആണ് നമുക്കത് തരുന്നത്. അതിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ട്, ഗ്ലോബലൈസേഷനെ കുറിച്ചുണ്ട്, ഹിസ്റ്ററിയും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ഇൻ്റർസെക്ഷൻ നമുക്കിതിനകത്ത് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഓരോ പേജ് എടുക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മ്യൂസിക് ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മദർ എന്നുള്ള പോം എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റീഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം മദർ എന്നുള്ള പോം എന്ന് പറയുന്നത് ഇമോഷണൽ അല്ലെങ്കിൽ മോറൽ കോംപ്ലക്സിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അബോർഷൻ്റെ അതായത് ആ സ്പീക്കറിൻ്റെ റിഗ്രറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ ആ ഒരു മെറ്റേണൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവരുടെ ലോസ്റ്റ് പ്രഗ്നൻസീസിനെ കുറിച്ചും ഒക്കെയാണ് അതിനകത്ത് അവർ പറയുന്നത്. ആ ഒരു പെയിനും അബോർഷന് ശേഷമുള്ള ആ ഒരു ആഫ്റ്റർമാത്ത് എന്താണെന്നുമാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഹോം കമ്മിങ്ങിനകത്ത് 25th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂസ് ഹോം കമ്മിങ്? ആരുടെ ഹോം കമ്മിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്? അതിനകത്ത് ടെഡി എന്നുള്ള ആളുടെ റിട്ടേൺ ആണ് പറയുന്നത്. അതാണ് ആ പ്ലേയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോം കമ്മിങ് ഓഫ് ഫാമിലി ഡൈനാമിക്സിനെ കുറിച്ചും പവറിൻ്റെ എക്സ്പ്ലറേഷനെ കുറിച്ചും ആ ഫാമിലി സ്ട്രക്ചറിൻ്റെ ഡോമിനൻസിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള മെമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ മായ ലിൻഡയുടെ കളക്റ്റീവ് ഓവർ ഇൻഡിവിജ്വൽ, ആ ഒരു ഹിസ്റ്ററി ഓഫ് ബിസിനസ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കളക്റ്റീവ് സർവൈവലിനെ കുറിച്ചാണ് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓവർ ഇൻഡിവിജ്വലിസം, അതായത് ഹ്യൂമൻസും ബീസും നേച്ചറും തമ്മിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സൊസൈറ്റിയിലാണെങ്കിലും എൻവയോൺമെൻറ്റൽ ചേഞ്ചസിൽ വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ കളക്റ്റീവായിട്ട് നിന്ന് അതിനെ സർവൈവ് ചെയ്ത് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുക. ഓക്കെ, റെസിറ്റാറ്റീവിലെ നറേറ്ററിനെ കുറിച്ച് പറയുക. ട്വൈലയാണ് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. അവളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള റോബോട്ടെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ അവളുടെ മെമ്മറി എന്ന് പറയുന്നത് അൺറിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാരണം ട്വൈലയുടെ പേഴ്സ്പെക്റ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. ഇനി ഡിജിറ്റൽ ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്, മൾട്ടിമീഡിയ റിസോഴ്സസ് യൂസ് ചെയ്യാം, നോൺ ലീനിയർ ആയിട്ടുള്ള നെറേറ്റീവ്സ് ആണ്, അതായത് ലോജിക്കൽ ആയിട്ടുള്ള നെറേറ്റീവ് അല്ല. ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് കൺവെൻഷൻസിനെ ചലഞ്ച് ചെയ്തതുപോലെയാണ് ഇങ്ങനെയുള്ള ഡിജിറ്റൽ ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റീഡേഴ്സിന് ടെക്സ്റ്റുമായിട്ട് ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ രീതിയിൽ. നമുക്ക് ചോയ്സസ് എടുക്കാം, നമുക്ക് ഹൈപ്പർ ലിങ്ക് വഴി എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് ഓഡിയോ വിഷ്വൽ കണ്ടൻറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി റാഗ് ടൈം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? റാഗ് ടൈം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ്റെ എക്സാമ്പിളാണ്. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സായിട്ടുള്ള ഹെൻറി ഫോർഡും എമ്മ ഗോൾഡ്മാനൊക്കെ വരുന്നുണ്ട്, എലോങ് വിത്ത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ 20th century അമേരിക്കയിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ലൈഫ്സ് പ്ലസ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ് ഈ ഒരു റാഗ് ടൈമിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇനി ലോസ് ഓഫ് ഗ്രാസ്പ്
എന്നുള്ള പിന്നെ വർക്കിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ലോസ് ഓഫ് ഗ്രാസ്പിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്ട്, അതായത് ആ ഒരു ലൂസിങ് ഗ്രാസ്പിനെ കുറിച്ചുള്ള ഫീലിങ്സ് എങ്ങനെയാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ലോസ് ഓഫ് ഗ്രാസ്പിനെ കുറിച്ചൊരു ഓഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓഫ് ഗ്രാസ്പ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്റ്റീവ് പോവമാണ്. നമുക്ക് നമ്മുടെ ഒരു കൺട്രോൾ, നമ്മുടെ മുകളിലൊരു കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, അതിൻ്റെ ആ ഒരു ഫീലിംഗ്, ആ ഒരു നഷ്ടത്തിൻ്റെ ഫീലിംഗാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. നറേറ്റീവ് പാർട്ടിസിപ്പേറ്ററി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് റീഡേഴ്സിന് എൻഗേജ് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഓഡിയൻസിന് നല്ല രീതിയിൽ ഒരു വർക്കിലോട്ട് നമ്മൾ വളരെയധികം ഇൻവോൾവ് ആവുന്നുണ്ട് ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിലോട്ട്. ഓക്കെ, ദെൻ ഇൻ്റർടെക്ച്വാലിറ്റി ഇൻ അലോങ് ദി ബ്രൈനി ബീച്ച്. JR കാർപ്പൻ്റെ പോയത്തിനകത്ത് ഇൻ്റർടെക്ച്വാലിറ്റി എങ്ങനെയാണ് വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് എന്താണ് ആ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ് നമുക്ക് ഈ ഒരു വർക്കിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് മീനിങ് റീഡറിൻ്റെ നോളജ് വെച്ചിട്ട് ഷേപ്പ് ആക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് മീനിങ്സ് ഓരോ വർക്കിനകത്ത് നിന്നും ജനറേറ്റ് ചെയ്തെടുക്കുന്നത്, അതാണ് ഈ ഇതിനകത്ത് കാണിക്കുന്നത്. ദെൻ അബോർഷൻസ് വിൽ നോട്ട് ലെറ്റ് യു ഫോർഗെറ്റ് എന്നുള്ള മദറിനകത്തുള്ള ക്വസ്റ്റ്യനാണ്, അടുത്ത എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പം ആദ്യമേ ഗ്വെൻഡലിൻ ബ്രൂക്സിനെ കുറിച്ച് എഴുതുക, അത് കഴിഞ്ഞിട്ട് അവരുടെ വർക്ക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക, പിന്നെ ഈ ഒരു പോയത്തിൻ്റെ ആകെപ്പാടെയുള്ളൊരു സമ്മറി എഴുതുക, അതിനുശേഷം വേണം അനാലിസിസ് ചെയ്യാൻ. അപ്പോൾ അബോർഷൻ്റെ ആഫ്റ്റർ മാത്തും ആ ഒരു ഇമോഷണൽ വെയിറ്റ് ക്യാരിഡ് ബൈ ദ മദർ, പിന്നെ ആ ഒരു പെയിൻ, ആ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് അബോർഷൻ, ആ ഗിൽറ്റ്, റിഗ്രറ്റ്, സോറോ, പിന്നെ അതുപോലെ തന്നെ ആ ഡിസിഷൻ. പിന്നെ അബോർഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിസിക്കൽ ആക്ട് മാത്രമല്ല, അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണെന്നുള്ളത് പറയുക. ദെൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വളരെ ഇമോഷണലായിട്ട് ഇവർ പറഞ്ഞു പോയേക്കുവാണ് ഈ ഒരു പോയത്തിനകത്ത്. മദർഹുഡും ലോസും ആ സൊസൈറ്റിയുടെ പ്രഷേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ പിൻറ്ററിൻ്റെ ഹോം കമ്മിങ്ങിനകത്ത് ക്ലാസ് ആൻഡ് സോഷ്യൽ കമൻട്രി എന്താണ്, ക്ലാസ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്, പവർ ഡൈനാമിക്സ് പറയുന്നുണ്ട്, ആ ഫാമിലിയുടെ കൺട്രോളിനെ കുറിച്ച് പറയുന്നുണ്ട്, ടെഡി എന്നുള്ള ക്യാരക്ടറിൻ്റെ അറിവിൽ, പിന്നെന്താണ് അയാളുടെ ഇൻട്രാക്ഷൻസ് വിത്ത് ബ്രദർ ആൻഡ് ഫാദർ, പിന്നെ അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ, ഐഡൻറ്റിറ്റി, ക്ലാസ്സും അതോറിറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഒരു സോഷ്യൽ കമൻട്രിയാണ്, ഹൗ ഇൻഡിവിജ്വൽസ് ആക്ച്വലി യൂസ് പവർ ടു കൺട്രോൾ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി. അത് വളരെ അംബീഗസ് ആയിട്ടാണ് പ്ലേ എൻഡ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ബിഹേവിയർ കോംപ്ലക്സ് ആണെന്നും അത് നമുക്ക് എല്ലാ മേഖലകളിലും അത് കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. റാക്ക് ടൈമിലുള്ള അലിഗോറിക്കൽ റോൾസ് എന്താണ്, അതായത് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു ഹിസ്റ്ററി പ്ലസ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ മദർ എന്ന് പറയുന്നത് ആ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കോൾ ഹൗസ് വോക്കർ ജൂനിയർ ആഫ്രിക്കൻ അമേരിക്കൻ സ്ട്രഗിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടെറ്റർ എന്താണ് പറയുന്നത്, ജൂയിഷ് ഇമിഗ്രൻറ്റിനെ കാണിക്കുന്നു, അത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഹാരി ഹൗഡിനെ എന്താണ് കാണിക്കുന്നത്, പേഴ്സണൽ ഫ്രീഡത്തിന് അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നു. പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അപ്പം ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടേംസ് എല്ലാം ഒന്ന് പറഞ്ഞു പോവുക, റേസ്, ഐഡൻറ്റിറ്റി, അതൊക്കെ എന്താണെന്ന് പറയുക, എന്താണ് ആഫ്രിക്കൻ അമേരിക്കൻ എന്നുള്ള ആ ഒരു ലിറ്ററേച്ചർ എന്താണെന്ന് പറഞ്ഞു പോവുക. പിന്നെന്താണ് ദെൻ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറും അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചറും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, പിന്നെ കണക്ഷനെ കുറിച്ച് ചോദിക്കുക. അതായത് ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിനകത്തുമുണ്ട് പുറത്തുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം ഒരു മിക്സാണ്. അപ്പം അതിനകത്ത് അമേരിക്കയുടെ എലിമെൻസും വരുന്നുണ്ട്, ആഫ്രിക്കൻ എലിമെൻസും വരുന്നുണ്ട്. അപ്പോൾ കൾച്ചറാണെങ്കിലും ലിറ്ററേച്ചറിനകത്താണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും റേസ് ആണെങ്കിലും രണ്ടും കൂടി മിക്സായിട്ടാണ് വരുന്നത്. രണ്ട് സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്, ആ ഒരു വൈറ്റ് ബ്ലാക്ക് ഇഷ്യൂ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ള വർക്ക്സിനകത്ത് ഇതൊക്കെ എങ്ങനെയാണ് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്, അതൊക്കെ മറന്നു പോകരുത്. മായ ഏഞ്ചലിയുടെ വർക്ക്സിനകത്ത് എങ്ങനെയാണ് വരുന്നത്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആൻസറിനകത്ത് എഴുതണം. സ്ലേവറി വരുന്നുണ്ട്, റേഷ്യൽ ഇനിക്വാളിറ്റി, ഫ്രീഡം, ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്കിനകത്ത്, ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞു പോവുക.